ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന അടിപൊളി ടിപ്സുകളൊക്കെ ആയിട്ട് കേട്ടോ. നമ്മുടെ വീട് വൃത്തികേടായിരിക്കുന്ന വീട് വൃത്തിയാക്കാനും കണ്ണാടി വൃത്തിയാക്കാനും അതുപോലെ തന്നെ ഗോൾഡൊക്കെ നല്ല പുതുപുത്തനാക്കാനും വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ്. അപ്പോൾ ഞാൻ ആദ്യം എടുത്തിരിക്കുന്ന സാധനം നമ്മുടെ വാസ്ലിനാണ്. അപ്പോൾ വാസ്ലിൻ വെച്ചിട്ടുള്ള ടിപ്പാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഒത്തിരി ടിപ്സുകൾ വാസ്ലിൻ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഒരു വീഡിയോയിലൊക്കെ ചിലപ്പോൾ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റാതെ വരുമ്പോഴാണ് പല പല വീഡിയോസായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ദേ 2 വള എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വളയെന്ന് വെച്ചാൽ അനുക്കുട്ടിയുടെ വളയല്ല കേട്ടോ, ശരിക്കും എൻ്റെ വളയാണ്, എൻ്റെ കല്യാണ സമയത്തുള്ള വളയാണ്. ആ വളയൊക്കെ ഇപ്പം ചിലതൊന്നും ഇത് കയറും, മറ്റത് കയറുന്നില്ല. രണ്ടെണ്ണം കയറുള്ളൂ, രണ്ടെണ്ണം കയറത്തില്ല കേട്ടോ, ഒരെണ്ണേ കയറുള്ളൂ. എന്നാലും ഭയങ്കര ടൈറ്റാണ്. പിന്നെ അനുക്കുട്ടിക്ക് കറക്റ്റാണ്, അപ്പോൾ അനുക്കുട്ടി ഇടാറുണ്ട്. അപ്പോൾ ഈ വളയെ നമുക്കൊന്ന് പഴയതല്ലേ, അപ്പോൾ കുറച്ചുകൂടി ഭംഗി നന്നായിട്ട് പോളിഷ് ചെയ്ത പോലെ നല്ല പുത്തം പോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ വാസ്ലിൻ അല്പം തോണ്ടിയെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അത് ഇതിലോട്ട് ഇതുപോലെ അങ്ങ് തേച്ചങ്ങ് പിടിപ്പിക്കുക. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് പിടിക്കുന്ന രീതിക്ക് അന്ന് തേച്ചങ്ങ് പിടിപ്പിച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ പിടിപ്പിക്കുമ്പോൾ ഉണ്ടാവണേ എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല ഭംഗിയായിട്ട് നല്ല നമ്മൾ പുതിയത് വാങ്ങുമ്പോൾ കാണുന്ന ആ ഒരു ഗ്ലേസിങ് പോലെ നമുക്ക് കിട്ടും കേട്ടോ. ഇതേണ്ട അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തൂത്ത് വെച്ചതിന് ശേഷം 2 വളയും നമുക്ക് ഇതുപോലെ തന്നെ തൂത്തെടുക്കാം കേട്ടോ. കുറച്ച് മതി കേട്ടോ, ഇപ്പോൾ എടുത്തത് തന്നെ 2 വളയ്ക്ക് ധാരാളം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ തൂത്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇത് തൂത്തതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ കഴുകുക അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. നമ്മൾ ഇത് ചെയ്യുന്നതുകൊണ്ട് സ്വർണ്ണത്തിന് യാതൊരു പ്രശ്നവുമില്ല കേട്ടോ. വാസലിൻ കൊണ്ട് സ്വർണ്ണത്തിന് ഇപ്പോൾ കളർ ഭംഗി പോകുന്നു അങ്ങനെ ഒന്നുമില്ല. ഇതേ ഒരു കോട്ടൻ്റെ തുണി എടുത്തിരിക്കുക കേട്ടോ. ഈ തുണി കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ തുടച്ച് എന്ന് വെച്ചാൽ ഒന്ന് തൂത്ത് പിടിപ്പിക്കുക. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് എത്താനും ആ ഒരു മെഴുക്ക് മാറി കിട്ടാനും വേണ്ടിയിട്ടാട്ടോ, നന്നായിട്ട് എല്ലാവർക്കും അബ്സോർവ് ആകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തൂത്ത് വിടുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് ഇട്ട് കഴിയുമ്പോൾ നമ്മളിപ്പോൾ ഇച്ചിരി വള ലൂസുള്ളവരൊന്നും ഇങ്ങനെ ചെയ്തിട്ട് ഇടാതിരിക്കുക കേട്ടോ, വള പെട്ടെന്ന് ലൂസായി പോവേ. അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് പോയാലോ. സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ സൈഡിലെ ഭിത്തി കേട്ടോ. ഈ ഭിത്തിക്ക് നല്ല കളറുണ്ട്. കളറെന്ന് വെച്ചാൽ പഴയ ഭിത്തിയല്ലേ, അതുകൊണ്ടൊക്കെ ഇച്ചിരി കറുപ്പ് പാട് പോലെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കളയാൻ വേണ്ടി ഈ കറുപ്പ് ശരിക്കും മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ എപ്പോഴും ഒന്നും പെയിൻ്റ് അടിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താ, നമ്മൾ വാസലിൻ എടുക്കുക. വാസലിൻ ഒരു അല്പം തോണ്ടിയിട്ട് നമ്മൾ എവിടെയാണോ നമുക്ക് ഈ പാട് പോലെ തോന്നുന്ന ആ ഭാഗത്തേക്ക് ഇതേ തൂത്ത് കൊടുക്കുക. പിന്നെ ഞാൻ എല്ലാ ഭാഗത്തേക്കും തൂക്കുന്നില്ല കേട്ടോ, കുറച്ച് സൈഡിലോട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. കാരണം ആ വ്യത്യാസം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നന്നായിട്ട് തൂത്ത് കൊടുക്കുക. തൂത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു ചെറിയൊരു പഴയ ബ്രഷ് മതി കേട്ടോ. പഴയ ബ്രഷ് എടുക്കുക, ഇല്ല നമ്മുടെ സ്പോഞ്ചിന് സ്ക്രബ്ബറായാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ദേ ബ്രഷ് കൊണ്ടൊന്ന് പതുക്കെ ഇങ്ങനെ തൂത്ത് കൊടുക്കുക. പിന്നെ ബ്രഷ് തൂക്കുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ബ്രഷ് നനഞ്ഞതായിരിക്കണം കേട്ടോ, ഉണങ്ങിയ ബ്രഷ് വേണ്ട കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് തൂക്കുമ്പോൾ തന്നെ ബ്രഷ് കണ്ടോ അഴുക്കായിരിക്കുക. അപ്പോൾ ആ അഴുക്ക് കംപ്ലീറ്റ് ആയിട്ട്, കാരണം കുഞ്ഞുങ്ങൾ പേന കൊണ്ട് വരയ്ക്കുകയോ പെയിൻ്റ് അടിക്കുകയോ ഒക്കെ ചെയ്യുന്ന കുട്ടികളുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ കൈ പിടിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അഴുക്കാവില്ലേ. അത് കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ, അത് ഇതുപോലൊരു തുണി ഇട്ടിട്ട്, ഞാൻ വെള്ള തുണിയിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ ഇത്രയും ഭാഗത്ത് നീറ്റായിട്ടുണ്ട്. ആ സൈഡിൽ കണ്ടോ, സൈഡിൽ ഞാൻ തൂത്തിട്ടില്ല, ആ ഭാഗത്ത് നല്ല രീതിയിൽ അഴുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കണ്ടോ. ആ ഒരു വട്ടം പോലെ ഇട്ടിട്ട് അതിൻ്റെ അകത്ത് മാത്രമേ ഞാൻ ക്ലീൻ ആക്കിയുള്ളൂ. ഈ ഭാഗം കണ്ടല്ലോ നല്ല പോലെ അഴുക്കുമുണ്ട്, അതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് വെളുത്തിട്ടുമുണ്ട് കണ്ടോ. ഞാൻ വീണ്ടും ആ സൈഡിലോട്ട് കുറച്ചുകൂടി തേച്ച് കൊടുക്കുകയാണേ. കണ്ടോ ഇങ്ങനെ തേച്ചതിന് ശേഷമാണെങ്കിലല്ലേ നന്നായിട്ട്. പിന്നെ നമ്മളിങ്ങനെ തൂത്ത് വേണം നമുക്കൊന്ന് ബ്രഷ് കൊണ്ട് ഉരച്ചിട്ട് കുറച്ച് നേരം അങ്ങനെ ഇരുന്നതിന് ശേഷം നനഞ്ഞൊരു തുണി കൊണ്ട് അങ്ങ് നൊപ്പി തുടച്ചങ്ങ് എടുത്താൽ മതി, നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. കണ്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. നമുക്കിത് ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് ഭാഗത്തെ ഉള്ളെങ്കിൽ നമുക്ക് ആ ഭാഗം മാത്രം വൃത്തിയാക്കാം. പിന്നെ നമ്മളിപ്പോൾ സോപ്പൊക്കെ ഇട്ട് തേച്ച് കഴുകണം, ആ ഭാഗത്ത് പെയിൻറ്റ് പോയി പാടും ഒക്കെ വരും. പക്ഷേ ഇതാണ് അങ്ങനെ വരത്തില്ല കേട്ടോ. നമ്മളൊന്ന് നന്നായിട്ടൊന്ന് നനഞ്ഞ തുണി കൊണ്ട് തുടച്ചെടുത്താൽ മതി. ഇത് ശരിക്കും നനഞ്ഞിട്ടില്ല, ശരിക്കും ഞാൻ ഇച്ചിരി ഉണക്ക തുണി കൊണ്ട് തന്നെ കേട്ടോ തുടച്ചത്. ഇത് കണ്ടോ ആ പാട് നന്നായിട്ട്, കൈപ്പാട് കണ്ടോ, കൈ പിടിച്ച ആ ഭാഗത്ത് നല്ല പോലെ പാട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് നനഞ്ഞ തുണി കൊണ്ട് തന്നെ നല്ല പോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. അടുത്ത ടിപ്പിലേക്ക് പോയാലോ. 3ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരും വീട്ടിലുള്ള സാധനമായിരിക്കും. ചിലർ കണ്ണാടി ഉപയോഗിക്കും, അലമാരിലെ കണ്ണാടി അല്ലാതെ നമ്മൾ സെപ്പറേറ്റ് കണ്ണാടി. അപ്പോൾ ഇതിലൊക്കെ പാടും എന്തൊക്കെ വരില്ലേ. അപ്പോൾ ഇത് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ തന്നെ വാസലിൻ ഇട്ടിട്ട്, വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ, ചുമ്മാ വാസലിൻ ഇട്ടിട്ടൊന്ന് തൂത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ സാധാരണ ന്യൂസ് പേപ്പറൊക്കെ നനച്ചിട്ട് ചെയ്യാറുണ്ട്.
അങ്ങനെ ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ. കുറച്ചുകൂടി, കാരണം കുറേ പൊടിയോ അഴുക്കൊക്കെ പിടിച്ചിപ്പോൾ നമ്മൾ ഉപയോഗിക്കാതെയൊക്കെ മാറ്റി വയ്ക്കുന്ന ഒരു കണ്ണാടിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ദേ ഞാൻ നന്നായിട്ടൊരു പേപ്പർ കൊണ്ടാണ് ആദ്യം തുടയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു തുണി കൊണ്ട് തന്നെ, കോട്ടൺ തുണി കൊണ്ട് തന്നെ ഒന്ന് നനച്ച് തുടയ്ക്കുവാണ് കേട്ടോ. എല്ലായിടത്തും നന്നായിട്ട് നീറ്റാകാൻ വേണ്ടി. നല്ല പൊടിയുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് നല്ലപോലെ വൃത്തിയാക്കി തുടച്ചെടുക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. നല്ല പുത്തൻ കണ്ണാടി പോലെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇന്നത്തെ ടിപ്സുകളൊക്കെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഉള്ളത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ത്രോട്ടൊക്കെ പ്രശ്നമായതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. അതാണ് കേട്ടോ, ഇടയ്ക്ക് ചെറിയ ശ്വാസം മുട്ടൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ നമുക്ക് വീഡിയോ ഒക്കെ ചെയ്ത് മുൻപോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് എപ്പോഴും ഇതുപോലെ തന്നെ ഉണ്ടാവണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കുറച്ച് കൂട്ടുകാരുണ്ട് കേട്ടോ, അവരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.